ഇത് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ചോളം ഇങ്ങനെ മല പോലെ കൂട്ടിയിട്ടേക്കുവാണ്. ഇതെല്ലാം ചോളത്തിൻ്റെ ഫീൽഡുകളാണ്. കൃഷി കഴിഞ്ഞ് വിളവെടുത്തിട്ട് ഇങ്ങനെ കിടക്കുവാണ്. ഈ മരത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുവാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാൻ വഴി കൂടെ ഒരു ചേട്ടൻ്റെ കൂടെ ബൈക്കിൽ ഇങ്ങനെ പോയ സമയത്താണ് ഇത് കണ്ടത്. അവിടെ കുറച്ചും കൂടെ അവരതുപോലെ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കുന്നുണ്ട്. അവിടെ വരെയും കൂടെ ഒന്ന് പോയിട്ട് വരാം. അല്ലെങ്കിൽ വേണം, അങ്ങോട്ട് പോകുന്നില്ല. എന്നുവെച്ചാൽ ഞാൻ ഒരാളുടെ കൂടെ ലിഫ്റ്റ് അടിച്ചാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ചേട്ടനെ കൂടെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. പുള്ളി എനിക്കായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഇത് കണ്ടോ, നമ്മൾ നാട്ടിലൊക്കെ ഈ കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ നെല്ലിങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെയാണ് ഇവിടെ ഈ ചോളം ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത്. കാടിനുള്ളിൽ തന്നെ ആദിവാസികൾക്ക് കൃഷി ചെയ്യാനായിട്ട് പതിച്ചു കൊടുത്തിരിക്കുന്ന ഭൂമിയാണ് ഇതൊക്കെ. നമ്മളീ പോകുന്നതെല്ലാം ആദിവാസി ഊരുകളിൽ കൂടിയാണ്. ഇത് ചോളം ഉണക്കായിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. റോഡിൽ ചുമ്മാ വിരിച്ചിട്ടേക്കുവാണ്. നമ്മളിപ്പോൾ യാത്ര തുടരുകയാണ്. ഓക്കെ ഗോ ഗോ ഗോ. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ആദിവാസികളുടെ ഗ്രാമമാണ്. ഇവിടെ ഈ ജഗദൽപൂരിൽ കൻഹേർ വാലിയിലുള്ള നാഷണൽ പാർക്കാണ് ഇതൊക്കെ. ഇവരാണ് ഇവിടെ കൃഷി ചെയ്യുന്നതും ഒക്കെ. മാത്തർകൊണ്ട ഗുഫയിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗുഹയിലോട്ട് എത്ര ദൂരമുണ്ട്, ഇതുവഴി തന്നെയാണോ ഗുഹയിലോട്ട് പോകണ്ടേ എന്നാണ് എൻ്റെ കൂട്ടത്തിലുള്ള ഈ ചേട്ടൻ ചോദിച്ചത്. അപ്പോൾ വഴി ഇത് തന്നെയാണെന്നാണ് അവർ പറഞ്ഞത്. ഇവർ പറയുന്ന എല്ലാം ഒന്നും എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. ഇവരുടെ ഭാഷ ഛത്തീസ്ഗഡി ആണെങ്കിലും അത് ഹിന്ദിയോട് വളരെ സാമ്യമുള്ളതാണ്. പക്ഷേ ഈ ട്രൈബൽസിൻ്റെ ഭാഷ ഛത്തീസ്ഗഡിൽ നിന്നും പിന്നെയും വ്യത്യാസമാണ്. ഓരോ ട്രൈബ്സിനും ഓരോ ഭാഷകളാണ്. ഇപ്പോൾ ചോദിച്ചതെന്നാന്ന് എനിക്ക് ഒരു പിടിയും കിട്ടിയിട്ടില്ല. ഇവരോട് ചോദിക്കുന്നതൊക്കെ കുറേയൊക്കെ ലക്ഷ്മൺ എന്നോട് ഹിന്ദിയിൽ പറഞ്ഞു തന്നാലേ എനിക്കിത് മനസ്സിലാവുകയുള്ളൂ. ഈ കങ്കേർവാലിയിലെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലെ ഒരു ടെമ്പററി വാച്ചറാണ് എൻ്റെ കൂടുതലുള്ള ഈ വണ്ടി ഓടിക്കുന്ന ലക്ഷ്മൺ. ലക്ഷ്മണൻ്റെ വണ്ടിയിൽ ലക്ഷ്മണൻ കണ്ടിട്ടില്ല ഈ മാതർകൊണ്ട ഗുഹ. ഞങ്ങൾ രണ്ടുപേരുടെ ആ ഗുഹ കാണാനായിട്ട് പോകുന്ന വഴിയാണ് ഇപ്പോൾ ഇത്. വഴി തെറ്റിയോന്ന് സംശയമായതുകൊണ്ട് ലക്ഷ്മണൻ ഞാനും കൂടെ ഇവിടെ ഒരു ആദിവാസിയുടെ വീട്ടിൽ വഴി ചോദിക്കാനായിട്ട് കയറിയതാണ്. ലക്ഷ്മണും ഈ കങ്കേർവാലി തന്നെ ഉള്ള ആളാണ്. കങ്കേർവാലി നാഷണൽ പാർക്കിൻ്റെ ഉള്ളിൽ കുട്ടുംസാർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ലക്ഷ്മണിൻ്റെ വീട്. ട്രൈബൽ ലാംഗ്വേജാണ് ഇവർ സംസാരിച്ചത്. എനിക്ക് കാര്യമായിട്ടൊന്നും പിടികിട്ടിയില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ ശരിക്കും ഇവിടെ വന്നത് ഇവിടെ ഇപ്പം ഈ ലക്ഷ്മണൻ്റെ ഗ്രാമമായിട്ടുള്ള കുട്ടുംസാർ ഈ കങ്കേർവാലി ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണ്. ആ കുട്ടുംസാറിലുള്ള കുട്ടുംസാർ കേവ് വളരെ പ്രശസ്തമായിട്ടുള്ള ലക്ഷക്കണക്കിന് വർഷമുള്ള പഴക്കമുള്ള ഒരു ഗുഹയാണ്. അത് കാണാനായിട്ടും കൈലാസ ഗുഹ അതും അവിടെ തന്നെയാണ്. അത് രണ്ടും കാണാനാണ് ഞാൻ വന്നത്. പക്ഷേ അവിടെ ലോക്കൽസും ഫോറസ്റ്റുകാരുമായിട്ട് ചെറിയ പ്രശ്നം നടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് ഉള്ള വഴിയെല്ലാം ബ്ലോക്ക്ഡാണ്, അവർ ഉപരോധിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ലക്ഷ്മണൻ പറഞ്ഞു ഇവിടെ വേറൊരു ഗുഹയുണ്ട് ഈ മാതർകൊണ്ട എന്ന് പറഞ്ഞ്. പുള്ളി അവിടെ കണ്ടിട്ടില്ല, നമുക്ക് അവിടെ പോവാം എന്ന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞപ്പം ഞാൻ ഓക്കെ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരുടെ ഇങ്ങനെ പോകുന്ന ഭാഗമാണിതിപ്പം. വീണ്ടും വഴി ചോദിക്കുകയാണ് ഞങ്ങൾ. ഇങ്ങനെ വഴി ചോദിച്ചിങ്ങനെ പോവാണ്. ओके ओके अभी वो गाड़ी में टक्कर गया.
ഭയങ്കര അടിപൊളി വഴിയാണ്. നമ്മുടെ നാഷണൽ ഹൈവേ മാറി ഇത് അത്രയ്ക്ക് സൂപ്പർ വഴിയൊക്കെയാണ്. പക്ഷേ ഇതിലെ വണ്ടിയൊന്നും അധികം പോകാനൊന്നുമില്ല. കർഷകർ അവരുടെ മെതിയും ഒക്കെ ഈ റോഡിലാണ്. അത് കഴിഞ്ഞ് മെതിച്ച ശേഷം ഈ വിളവൊക്കെ എടുത്ത് ഇട്ട് ഉണക്കുന്നതും ഒക്കെ ഇവിടെ ഇട്ടാണ്. വരുന്ന വഴിക്ക് പല സ്ഥലത്തും നമ്മൾ കണ്ടു. ഇനി പോകുന്ന വഴിക്ക് ഇനിയും നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. ചോളവും നെല്ലുമാണ് ഇവിടുത്തെ പ്രധാന ധാന്യവിളകൾ. ഈ കാണുന്നതെല്ലാം ചോളമാണ്. അങ്ങനെ നമ്മൾ ഗുഹയുടെ അടുത്തെത്തി. ഗുഹ എന്ന് പറഞ്ഞ അവിടെ എഴുതി ആരോ മാർക്ക് വെച്ചിരിക്കുന്നത് നമ്മൾ കാണുന്നത്. ഗുഹയിലോട്ടുള്ള വഴി കൂടെ അതിലോട്ട് പോവാണ്. ഇവിടുന്ന് ഇനി അങ്ങോട്ട് നടന്നു പോകാനേ പറ്റുള്ളൂ. ഇതുവരെ ലക്ഷ്മണൻ്റെ കൂട്ടത്തിൽ ഒരു സ്കൂട്ടറിലാണ് വന്നത്. ലക്ഷ്മൺ ഓടിക്കാനൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. 1 വർഷമായേ ഉള്ളൂ വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ടെന്നാണ് പറഞ്ഞത്. നെല്ല് കൊയ്യുവാണ് ഇവർ. 4, 5, 2, 3 പിള്ളേരും ഉണ്ട്. 3 പിള്ളേരും പിന്നെ 2-3 വലിയവരും ഉണ്ട്. എല്ലാവരും കൂടെ കൂടിയിട്ട് കങ്കേർവാലി നാഷണൽ പാർക്കിൻ്റെ ഭാഗമാണിതെല്ലാം. ഇത് കങ്കേർ നദിയുടെ തുടക്കഭാഗമാണ്. അതുകൊണ്ട് തന്നെ അധികം വീതിയൊന്നുമില്ല. വെള്ളത്തിന് പക്ഷെ നല്ല ഒഴുക്കൊക്കെ ഉണ്ട്. നല്ല പ്യുവറായിട്ടുള്ള വെള്ളമാണ്. ഞങ്ങളിതേ ഗുഹയുടെ അങ്ങോട്ട് നടക്കുവാണ്. തിരിച്ചു വരുമ്പം നദിയിലൊക്കെ ഒന്ന് ഇറങ്ങി കാലുമുഖമൊക്കെ കഴുകാമെന്ന് വിചാരിക്കുന്നു. ലക്ഷ്മണാണ് മുമ്പിൽ പോകുന്നത്. ലക്ഷ്മൺ 12ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് കേരളത്തിൽ വരണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ പൈസ ഒത്തിരി ആകുന്നുള്ളതുകൊണ്ട് പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. ഇപ്പോൾ ഇവിടെ ഫോറസ്റ്റിൽ വാച്ചറാണ്. ലക്ഷ്മണൻ കണ്ടിട്ടില്ല ഈ മാതൃകോണ്ട ഗുഹ. അപ്പം ഞങ്ങൾ 2 പേരും ഇവിടെ പോവുകയാണ്. കങ്കേർവാലി നാഷണൽ പാർക്കിൽ നിന്നാണ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നിന്നാണ് ലക്ഷ്മണനെ ഞാൻ പരിചയപ്പെട്ടത്. വണ്ടി വെച്ചെടുത്തുന്നത് ഏകദേശം 1/2 കിലോമീറ്ററോളം ഉണ്ട് ഇങ്ങോട്ട് നടക്കാനായിട്ട്. നല്ല കയറ്റമാണ്, കുണ്ടും കുഴിയാണ് ഫുള്ള്. അങ്ങനെ ഗുഹയുടെ മുമ്പിലെത്തി നമ്മൾ. ഇതാണ് ലക്ഷ്മൺ. പയ്യനാണ്, 10-25 വയസ്സേ ഉള്ളൂ. ഞാൻ ചേട്ടാന്നൊക്കെയാണ് വിളിക്കുന്നതെന്നുണ്ടെങ്കിലും അത് നമ്മുടെ ഒരു രീതി ആയതുകൊണ്ട് അങ്ങനെ വിളിക്കുന്നതെന്നുള്ളേ ഉള്ളൂ. ഇതാണ് ഗുഹയുടെ എൻട്രൻസ്. പൂട്ടിയിട്ടേക്കുമാണ്. ഇവിടെ 2 ഫോൺ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. ആ നമ്പറിൽ ലക്ഷ്മൺ ഫോൺ വിളിച്ചു. അവരിപ്പം വരും ഇതിൻ്റെ അകത്ത് കയറി കാണിക്കാനായിട്ട്. അവരെ വെയിറ്റ് ചെയ്യാം ഞങ്ങൾ. മാതൃകോണ്ട ഗുഹ കാണാനായിട്ട് വന്നതാണ്. ഇവിടെ എന്നെ ഗുഹ കാണിക്കാനായിട്ട്, എന്നെയും ലക്ഷ്മണനെയും ഗുഹ കാണിക്കാനായിട്ട് ഇവിടെ അടുത്തുള്ള ഗ്രാമത്തിൽ നിന്നുള്ള കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ട്, പിള്ളേരുണ്ട്. ഇവരും ഇവിടെ 2-3 ചേട്ടന്മാരുണ്ട്. ഇവരാണ് ഇതിൻ്റെ ആൾക്കാർ, ഇതിൻ്റെ കൺട്രോൾ ചെയ്യുന്നത്. ഇവരെല്ലാവരും ഇവിടെ വന്നേക്ക് ഞങ്ങളെ ഗുഹ കാണിക്കാനായിട്ട്. ഭയങ്കര കാടാണ്, കാടിനകത്താണ്. ഇതിൻ്റെ താഴെ കൂടെ ചെറിയൊരു അരുവി പോലെ പോകുന്നുണ്ട്. താഴെ കൂടെ പോകുന്ന അരുവിയാണെന്നാണ് തോന്നുന്നത്. പക്ഷെ അത് കങ്കേർ നദിയുടെ തുടക്കഭാഗമാണ്. കുറച്ചുകൂടെ അങ്ങോട്ട് പോയാൽ കുറച്ചുകൂടെ വലിയ നദിയായിട്ട് മാറും. കങ്കേർ വാലി നാഷണൽ പാർക്കിൻ്റെ പേര് വന്നിരിക്കുന്നത് ഈ കങ്കേർ നദിയിൽ നിന്നാണ്. അപ്പോൾ തൽക്കാലം വിട പറയുകയാണ്. മാതൃകോണ്ട ഗുഹയ്ക്കുള്ളിലെ കാഴ്ചകളുമായി അടുത്ത ഭാഗത്തിൽ വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി. ശുഭ യാത്ര.